സർവേശ്വര്യായ നമഃ. മഹാഭാരത കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭയാണ് ഭീഷ്മപിതാമഹൻ. ഭീഷ്മപിതാമഹൻ്റെ ആവിർഭാവം തന്നെ അത്ഭുതത്തിൻ്റെ കഥയാണ്. ബ്രഹ്മദേവൻ്റെ ശാപത്താൽ മഹാഭിഷന് ശാന്തനുവായി ഭൂമിയിൽ ജനിക്കേണ്ടി വന്ന കഥ കഴിഞ്ഞ തവണ കേട്ടതാണ്. ശാന്തനു മഹാരാജാവ് ഗംഗാതീരത്ത് വെച്ച് ഗംഗാദേവിയെ കണ്ടുമുട്ടുന്നു. ശാപമുക്തിക്കായി ഗംഗാദേവിക്കും ഭൂമിയിലേക്ക് വരേണ്ടി വന്നു. ഗംഗാദേവിയുടെ ദർശനം ലഭിച്ച ശാന്തനു മഹാരാജാവ് ആവശ്യപ്പെട്ടത് വിചിത്രമായ ഒരു വരമായിരുന്നു. ദേവിയോട് തൻ്റെ ഭാര്യയായി കൊട്ടാരത്തിൽ കഴിയണമെന്ന് ആവശ്യപ്പെട്ടു. ഗംഗാദേവിയും ഒരു ഡിമാൻഡ് വെച്ചു. ഞാൻ ചെയ്യുന്നതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. സുന്ദരിമാരെ സ്വന്തമാക്കാനുള്ള മോഹം കൊണ്ട് ഏതുടമ്പടിക്കും തയ്യാറാകുന്നവർക്കുള്ള ശക്തമായ താക്കീതായിരിക്കാം ഗംഗാദേവി പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അമ്മയായി കാണേണ്ട സ്ത്രീയെ കാമനയോടുകൂടി കാണാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു കഥയാണിത്. ഗംഗാദേവി ഒരൊറ്റ ആവശ്യം മാത്രമേ മുന്നോട്ട് വെച്ചുള്ളൂ. ഞാൻ ചെയ്യുന്നതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ശാന്തനു ആലോചിച്ചു. ഈ ആവശ്യം അംഗീകരിക്കുന്നതിൽ ഒരപാകതയുമില്ല എന്ന് കരുതി. തനിക്കഹിതമായി ഇവൾക്കൊന്നും ചെയ്യാനാവില്ല എന്ന് ചിന്തിക്കുന്ന ആധുനിക കാലത്തെ കാമുകന്മാരെ പോലെ അവിടെ ഗംഗാദേവി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം ശാന്തനു അംഗീകരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടാണ് അബദ്ധം മനസ്സിലാവുന്നത്. ഗംഗാദേവി ആദ്യത്തെ 7 കുഞ്ഞുങ്ങളെയും ജനിച്ച ഉടൻ എടുത്തുകൊണ്ടുപോയി ഗംഗാതീരത്തെത്തി നിഷ്കരുണം നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. 8ാമത്തെ പുത്രനെയും നദിയിൽ എറിയാൻ കൊണ്ടുപോകുമ്പോൾ രാജാവ് തടഞ്ഞു. 8ാമത്തെ പുത്രനാണ് ദേവവ്രതൻ. ഈ മക്കളായി വന്നത് അഷ്ടവസുക്കളായിരുന്നു. ഗംഗയുടെ പുത്രന്മാരായി ജനിച്ച അവർ ശാപത്തിൽ നിന്നും മുക്തരായി സ്വർഗലോകത്ത് എത്തിക്കഴിഞ്ഞു. ദേവവ്രതനെ ശാന്തനുവിന് തിരിച്ചു നൽകിയിട്ട് ഗംഗാദേവി അപ്രത്യക്ഷയായി. വസിഷ്ഠ മഹർഷിയുടെ കാമധേനുവിനെ മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് കിട്ടിയ ശാപം കാരണം ദീർഘനാൾ ഭീഷ്മർക്ക് ഭൂലോകത്തിൽ കഴിയേണ്ടി വന്നു. ഒരിക്കലും ഒരു രാജകുമാരൻ ചെയ്തു കൂടാത്ത പ്രതിജ്ഞയാണ് ഭീഷ്മർ ചെയ്തത്. ഭീഷ്മർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും ഈ പ്രതിജ്ഞയാണ് എന്ന് തോന്നിപ്പോകുന്നു. ഇവിടെ ഒരു രാജ്യത്തെ മുഴുവനും സംരക്ഷിക്കുവാൻ കരുത്തുള്ള ഭീഷ്മർ, ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഭീഷ്മർ, പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ നിസ്സഹായനായി തലകുനിച്ചിരിക്കേണ്ടി വരുന്നു. ആവശ്യമില്ലാത്ത പ്രതിജ്ഞകൾ വരുത്തിയ വിന. ആജീവനാന്തം ബ്രഹ്മചാരിയായി ഇരുന്നു കൊള്ളാമെന്ന് മാത്രമല്ല, ഹസ്തിനപുരത്തിലെ സിംഹാസനത്തിൻ്റെ ദാസനായിരിക്കും. അവിടെ ആരിയ്ക്കുന്നുവോ അവരുടെ ആജ്ഞ അനുസരിച്ച് സിംഹാസനത്തെ സംരക്ഷിച്ചു കൊള്ളാം എന്നാണ് ആ പ്രതിജ്ഞ സൂചിപ്പിക്കുന്നത്. അവിടെയാണ് അബദ്ധം പറ്റിയത്. അത് അവസാനിച്ചതോ ഒരു മഹാഭാരത യുദ്ധത്തിലും. മഹാഭാരത കഥയിൽ കാശി രാജാവിൻ്റെ പുത്രിമാരെ ഭീഷ്മർ ഒറ്റയ്ക്ക് സ്വയംവര മണ്ഡപത്തിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു. ഹസ്തിനപുര ചക്രവർത്തിക്ക് നൽകുന്നു. ധർമ്മിഷ്ഠനായ ഭീഷ്മർക്ക് അത് ചെയ്യേണ്ടി വന്നു. അതിനെന്താ കാരണം? ഹസ്തിനപുര സിംഹാസനത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന വാഗ്ദാനം. വാസ്തവത്തിൽ ക്ഷത്രിയ ധർമ്മമനുസരിച്ച് രാജാവിന് തൻ്റെ വീര്യം കാണിക്കുന്നതിന് വേണ്ടി തനിക്ക് വിവാഹം കഴിക്കാൻ ഒരുപക്ഷെ അത് ചെയ്യാം. മറ്റൊരാൾക്ക് വേണ്ടി സ്വയംവര മണ്ഡപത്തിൽ നിന്നും കന്യകളെ ബലമായി കൊണ്ടുവന്നത് അധർമ്മം തന്നെയാണ്. അതറിയാമെങ്കിലും ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല. കാരണം പ്രതിജ്ഞാബദ്ധനാണ്. അവിടെ ഭീഷ്മരെ എതിർത്ത് പരാജയപ്പെടുത്തുവാൻ സ്വയംവര മണ്ഡപത്തിൽ ആരുമുണ്ടായിരുന്നില്ല. രാജാക്കന്മാരെല്ലാം ശിരസ്സു കുനിച്ചിരുന്നു, ഒരു യുദ്ധത്തിന് തയ്യാറാവാതെ. ആ കന്യകളെ ഹസ്തിനപുര രാജധാനിയിൽ കൊണ്ടുവരുന്നു. പക്ഷേ അംബ താൻ മറ്റൊരാളിൽ അനുരക്തയാണ്, അതുകൊണ്ട് തന്നെ തിരിച്ചയക്കണം എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ഭീഷ്മർ രഥത്തിൽ തന്നെ
അവളെ തിരിച്ചയക്കുന്നു. പക്ഷേ അവളുടെ കാമുകൻ അവളെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ അവൾ ഭീഷ്മരോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് അപ്പോഴും ഭീഷ്മർക്ക് പറയേണ്ടി വരുന്നു. അവൾ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. പ്രതികാരരുദ്രയായി വീണ്ടും ജന്മമെടുക്കുന്നു. കർമ്മരഹസ്യത്തിൻ്റെ ചുരുളഴിക്കുന്ന ശക്തമായ ആയുധമായി അവൾ അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിയായി അവൾ രംഗപ്രവേശം ചെയ്യുന്നു. അർജുനൻ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭീഷ്മരുടെ അടുത്തെത്തി നമിക്കുമ്പോൾ ചോദിച്ചു, അങ്ങയെ എങ്ങനെ ജയിക്കാൻ പറ്റും? അപ്പോൾ പറഞ്ഞുകൊടുത്ത ഉപായമാണ്, ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തോളൂ. താൻ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല. ആയുധം താഴെ വയ്ക്കുന്ന സമയത്ത് അർജുനൻ ശരവർഷം എയ്യുന്നു. ഭീഷ്മർ വീഴുന്നു. പെട്ടെന്ന് മരിച്ചു കളയാമെന്ന് ഭീഷ്മർ കരുതിയില്ല. ഉത്തരായനം വരെ കാത്തിരിക്കുന്നു. ശരശയ്യയിൽ കിടന്നുകൊണ്ട് തൻ്റെ പാപകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം കണ്ടെത്താൻ ഭീഷ്മർക്ക് സാധിച്ചു. വെറുതെ വിവേകമില്ലാതെ പ്രതിജ്ഞകൾ എടുത്ത് തകരുന്ന ജീവിതങ്ങൾ ഇന്നും അനവധിയാണ്. അതുകൊണ്ട് അമ്മ പറയാറുണ്ട്, മക്കളെ, ആർക്കും പ്രോമിസ് ഒന്നും കൊടുക്കരുത്. ഈശ്വരൻ വേണ്ട സമയത്ത് വേണ്ടുന്നത് പോലെ എല്ലാം നടത്തും എന്ന ബോധമുണ്ടാകണം. ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തോളൂ. പ്രതിജ്ഞകൾ വേണ്ട. വേണ്ടതുപോലെ ചിന്തിക്കാതെ ആവശ്യമില്ലാത്ത പ്രതിജ്ഞകൾ ചെയ്തവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് ശരശയ്യകൾ മാത്രമാണ് എന്ന് വ്യാസഭഗവാൻ ഭീഷ്മ പിതാമഹൻ്റെ കഥയിലൂടെ വ്യക്തമാക്കി തരുന്നു. ചിലരുടെ കൊച്ചു കൊച്ചു സ്വാർത്ഥതകളാണ് അനേകം ജീവിതങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്നത്. ഇവിടെ എല്ലായിടത്തും സ്വാർത്ഥത മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ധർമ്മത്തിൻ്റെ ഭാഗത്ത് എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. ഒരമ്മയ്ക്ക് ദുഷ്ടനായ മോൻ നല്ല മോൻ എന്ന വ്യത്യാസം കാണിക്കാൻ പറ്റില്ല. എല്ലാവരും മക്കളാണ്. അതേപോലെ ഈശ്വരന് എല്ലാവരും മക്കളാണെങ്കിലും കൃപയൊഴുകുന്നത് ധർമ്മത്തിൻ്റെ വശത്തേക്ക് മാത്രമായിരിക്കും. ഏത് സാഹചര്യത്തിലും ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളാൻ ജഗദീശ്വരിയായ അമ്മ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഉള്ളിലെ അധർമ്മ ചിന്തകൾ അടങ്ങുമ്പോൾ ബാഹ്യമായ കലഹങ്ങൾ അവസാനിക്കുമെന്ന് സ്വാമിജിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.